السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ ഒരു ദീനി സദസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾക്ക് സ്വീകരിക്കുമാറാകട്ടെ. കൊലപാതകങ്ങൾ കൊയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നാം തെരഞ്ഞെടുത്ത വിഷയം. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ലോകത്ത് ആദ്യമായി ഉണ്ടായ 3 തിന്മകളെ കുറിച്ച്. ലോകത്ത് ആദ്യമായി ഉണ്ടായ തിന്മ ഏതാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് കിബറാണ്, അഹങ്കാരം. അതാണ് ലോകത്തെ ആദ്യത്തെ തിന്മ. അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ ആകാശത്തുള്ളവരോട് പറഞ്ഞപ്പോൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും, ഫസജദു, എല്ലാ ആളുകളും സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ് ഒഴികെ. അവിടെ ഇബ്ലീസ് അതിന് ന്യായം പറഞ്ഞത്, ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. റബ്ബേ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, പിശാചിനെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്, മനുഷ്യനായ ആദമിനെ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ടാണ്. അപ്പൊ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ? അതൊരിക്കലുമില്ല. അതാണ് ഒന്നാമത്തെ തിന്മ. രണ്ടാമത് ലോകത്ത് സംഭവിച്ച തിന്മ ഹിർസാണ്, ദേഹേച്ഛയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം ആദം നബിയോടും ഹവ്വ ബീവിയോടും പറയാണ്, ഈ സ്വർഗത്തിലുള്ള മുഴുവൻ വസ്തുക്കളും നിങ്ങൾ എടുത്തു, എന്തൊഴികെ ആ കാണുന്ന മരത്തിൽ നിന്നും ഫലങ്ങൾ കഴിക്കരുത്.
പക്ഷെ അവരുടെ ഹിർസ് ദേഹേച്ഛ കാരണം അവരെന്ത് ചെയ്യാണ്, ആ ഫലത്തിൽ നിന്ന് തന്നെ അവരെന്ത് ചെയ്തു, ഫലം കഴിച്ചു. അതാണ് ലോകത്തുണ്ടായ രണ്ടാമത്തെ തിന്മ. മൂന്നാമത്തെ തിന്മയാണ് നമ്മുടെ വിഷയം. എന്താ മൂന്നാമത്തെ തിന്മ? ഹസദ്, അസൂയയാണ്. ആദം നബിയുടെ മക്കളായ ഹാബീലിനെ കൊല്ലാനുള്ള കാരണം എന്താണ്? അസൂയയാണെന്ന് സാധാരണ എല്ലാ പ്രസംഗത്തിലും നമ്മൾ കേൾക്കാറുണ്ട്. ഹാബീലിനെ കൊല്ലാനുള്ള കാരണം അസൂയയാണ്. ഒരാളുടെ നേർച്ച അള്ളാഹു സ്വീകരിച്ചു, രണ്ടാമത്തെ വ്യക്തിയുടെ നേർച്ച അള്ളാഹു സ്വീകരിച്ചില്ല, അതിൽ അസൂയ വന്ന് ഇയാൾ കൊന്നതാണെന്നാണ്. ശരിക്കും ഇവർ എന്തിനാണ് നേർച്ച ചെയ്യണത്? ഹാബീലും അള്ളാഹിന്റെ മുമ്പിൽ നേർച്ച ചെയ്യണത് എന്തിനാ? അത് വലിയൊരു ചരിത്രമാണ്. ചെറിയ രൂപത്തിൽ എന്ന് പറഞ്ഞാല് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മനുഷ്യരിലെ ഒന്നാമത്തെ സൃഷ്ടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഹവ്വ ബീവി ഓരോ പ്രസവത്തിലും 2 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കും. ഓരോ പ്രസവത്തിലും എന്ത് ചെയ്യും? 2 കുഞ്ഞുങ്ങളെ. അതൊന്ന് ആണായിരിക്കും, 2 പെണ്ണായിരിക്കും. അതേപോലെ തന്നെ പിന്നീടും ഗർഭം ധരിക്കുമ്പോൾ അതിലാണ് പിന്നീട് പെണ്ണ്. അപ്പൊ അന്ന് വേറെ ആളുകളില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസവത്തിൽ ഗർഭം ധരിച്ച് ഉണ്ടായ ആൺകുട്ടി രണ്ടാമത്തെ ഗർഭത്തിൽ ഉണ്ടായ പെൺകുട്ടിനെ കല്യാണം കഴിക്കണം. അതേപോലെ തന്നെ ഒന്നാമത്തെ ഗർഭത്തിലുണ്ടായ പെൺകുട്ടി രണ്ടാമത്തെ ഗർഭത്തിലുണ്ടായ ആൺകുട്ടിനെ കല്യാണം കഴിക്കണം. അതാണ് അന്നത്തെ രീതി. വേറെ അന്ന് ആളുകളില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ശരിക്ക് കാബീലിന്റെ സഹോദരിയെ കല്യാണം കഴിക്കേണ്ടത് ഹാബീലാണ്. പക്ഷെ കാബീലിന്റെ സഹോദരി കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹാബീലിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആര് തയ്യാറായില്ല? കാബീൽ തയ്യാറായില്ല. അപ്പൊ 2 പേർക്കും ഈ സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അവർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ പോയി ഈ പ്രശ്നം പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ 2 പേരും നേർച്ച ചെയ്യണം. ആരുടെ നേർച്ചയാണോ അല്ലാഹു സ്വീകരിക്കണത് അവർക്ക് ഈ സ്ത്രീയെ കല്യാണം കഴിക്കാം. 2 പേരും നേർച്ച ചെയ്തു. സൂറത്ത് മാഇദ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇത് ഖറബാ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. 2 പേരും എന്ത് ചെയ്തു? നേർച്ച ചെയ്തു. ഒരാളുടെ നേർച്ച അല്ലാഹു സ്വീകരിച്ചു. ഇവർ 2 പേരും നേർച്ച ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയണം. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാണ്, അൽ മശ്ഹൂർ ഇൻദൽ ജംഹൂർ അന്നല്ലദീ ഖറബ ശാതഹു വൽ ഹാബീൽ. ഹാബീൽ നേർച്ചയായിട്ട് കൊടുത്തത് ഒരു ആടിനെയാണ്. കാബീൽ നേർച്ചയായിട്ട് കൊടുത്തത് കൃഷിയാണ്. അല്ലാഹു നേർച്ചയായിക്കൊണ്ട് സ്വീകരിച്ചത് ഹാബീലിന്റെ ആടിനെയാണ്. ഇതിൽ കലിതുള്ളിയ കോപാന്തനായ കാബീൽ പറയാണ്, ഖാല ലഅഖ്തുലന്ന, ഞാൻ നിന്നെ കൊല്ലും. സ്വന്തം സഹോദരനായ ഹാബീലിനോട് പറയാണ്, ഞാൻ നിന്നെ കൊല്ലും. കാരണം അല്ലാഹു ഞാനും നീയും നേർച്ച ചെയ്തു, നിന്റെ നേർച്ചയാണ് അല്ലാഹു സ്വീകരിച്ചത്, എന്റെ നേർച്ച സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടിയായിക്കൊണ്ട് ഹാബീൽ കൊടുത്ത മറുപടി, നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈ എന്റെ നേരേക്ക് ചൂണ്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി എന്റെ കൈ നിന്റെ നേരേക്ക് ഞാൻ ചൂണ്ടൂല. കാരണം ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനെ ഞാൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ നോക്കിയാലും ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, കൊല്ലാൻ നോക്കില്ല. ഇതിൽ കലിതുള്ളിയ കോപാന്തനായ കാബീൽ സ്വന്തം സഹോദരനായ ഹാബീലിനെ കൊല്ലാണ്. ഇതാണ് ലോകത്ത് സംഭവിച്ച 1ാമത്തെ കൊല. ഈ സംഭവം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ തുഖ്തലു നഫ്സുൻ ഗുൽമൻ ഇല്ലാ കാന അലാ ഇബ്നി ആദമ അൽ-അവ്വലി കിഫ്ലുൻ മിൻ ദമിഹാ. ലോകത്താര് കൊലപാതകം ചെയ്താലും അതിന്റെ ഓഹരി 1ാമത് കൊലപാതകം നടത്തിയ കാബീലിന്റെ അക്കൗണ്ടിലേക്ക് പോകും. ലോകത്ത് ഏത് മനുഷ്യൻ കൊലപാതകം എന്ന പാപം ചെയ്താൽ അതിന്റെ തിന്മയുടെ ഓഹരി, ഒരു പങ്ക് കാബീലിന്റെ അക്കൗണ്ടിലേക്ക് പോകും. കാരണം അയാളാണ് 1ാമതായിക്കൊണ്ട് ഈ ഒരു കൊലപാതകം എന്ന പാപം ചെയ്തിട്ടുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൊലപാതകം എന്നുള്ള പാപം അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലഘട്ടമാണ്.
കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പത്രത്താളുകളിൽ വായിച്ചിട്ടുണ്ട്, ഒരു കുടുംബത്തിലെ 5 പേരെ കൊന്ന ഒരാളുടെ വാർത്ത. സ്വന്തം വല്യുമ്മാനെയും പിതാവിൻ്റെ സഹോദരനെയും പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും പെൺസുഹൃത്തിനെയും സ്വന്തം അനിയനെയും കൊന്ന ഒരു കുട്ടിൻ്റെ വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വത്തിന് വേണ്ടി ഉമ്മയും മക്കളും സ്വന്തം വാപ്പാന്റെ കഴുത്തറുക്കുന്ന കാലഘട്ടം, രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ആളുകൾ പരസ്പരം പാർട്ടി ചേരി തിരിഞ്ഞുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന കാലഘട്ടം. എന്തിനേറെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം, ഏകദേശം 26ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവിടെ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബത്ത് അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കൊലപാതകം എന്നുള്ളത്. ഇസ്ലാം ഒരിക്കലും ഒരാളെ പോലും അന്യായമായി വധിക്കാൻ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാഇന്റെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പവിത്രത നൽകിയ ഒരാളെ പോലും നിങ്ങൾ കൊല്ലരുത്, അല്ലാഹു പവിത്രത കൽപ്പിച്ച ഒരാളെ പോലും നിങ്ങൾ ഹനിക്കരുത് എന്നാണ് സൂറത്ത് ഇസ്രായിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു ആദരിച്ച വിഭാഗമാണ് മനുഷ്യന്മാർ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വലഖദ് കറംനാ ബനി ആദം. അല്ലാഹു ആദം സന്തതികളെ ആദരിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിമിനെ ആദരിച്ചു എന്നല്ല പറഞ്ഞത്, ഹിന്ദുവിനെ ആദരിച്ചു എന്നല്ല പറഞ്ഞത്, ക്രിസ്ത്യാനി ആദരിച്ചു എന്നല്ല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ആദം സന്തതികളെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു ആദരിച്ച ഒരു ജീവനെ അന്യായമായി കൊണ്ട് ഒരാൾ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഒരാൾ അന്യായമായി കൊണ്ട് ഒരാളെ കൊല്ലുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. സൂറത്ത് മാഇദ 32-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരാള് അന്യായമായിട്ട് ഒരാളെ വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ്. എപ്പോഴാണ് ഒരാളെ വധിക്കാൻ പറ്റുക? ഇസ്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അയാളെ തിരിച്ചു കൊല്ലാം. ഒരാൾ വന്ന് എന്നെ വധിച്ചാൽ എന്നെ കൊന്ന കൊലയാളി എന്ത് ചെയ്യാം? തിരിച്ചു വധിക്കാം. പക്ഷേ അയാളെ വധിക്കേണ്ടത് ആരാകണം? എൻ്റെ കുടുംബക്കാരല്ല, എൻ്റെ കൂട്ടുകാരല്ല, ഏതെങ്കിലും സംഘടനകളല്ല, ഏതെങ്കിലും പാർട്ടികളല്ല, ആ നാടിന്റെ ഭരണകൂടമായിരിക്കണം. അതേപോലെ തന്നെ ഒരാളെ കൊല്ലാൻ പറ്റുന്ന രണ്ടാമത്തെ സന്ദർഭം ഔ ഫസാദിൻ ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ, അക്രമങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കിയാൽ ആ മനുഷ്യനെ കൊല്ലാം. അതും ചെയ്യേണ്ടത് ആരാണ്? വ്യക്തികളോ സംഘടനകളോ അല്ല, ആ നാടിന്റെ ഭരണകൂടമാണ്. അതല്ലാതെ ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. അതുകൊണ്ട് ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കണം എന്ന് അറിയുമോ? വളരെ മനോഹരമായിട്ടാണ് അല്ലാഹു പറയാണ്, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാലോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചവനെ പോലെയാണ്. എത്ര സുന്ദരമാണ് ഇസ്ലാം! ഒരാളെ പോലും കൊല്ലണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അല്ലാഹു ആദരിച്ച ഒരു ദേഹത്തെ നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ എന്ന് പറയാൻ കഴിയുന്ന ഏക മതം അത് ഇസ്ലാം മാത്രമാണ്. എല്ലാവരും ആഗ്രഹിക്കണത് എന്താണെന്നറിയോ? നിർഭയത്താണ്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി മക്കയിലെത്തിയപ്പോൾ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വഇദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി പറയാണ്, റബ്ബേ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ. ഏതാ നാട്? മക്കയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വന്ന സമയത്ത് പറയാണ്, റബ്ബേ ഈ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള ഒരു നാടാക്കി മാറ്റണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശരിക്കും നിർഭയത്വം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. നിർഭയത്വം, സമാധാനപരമായ ജീവിതം എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. സൂറത്ത് ഖുറൈശിൽ അല്ലാഹു പറയാണ്, അല്ലദീ അത്അമഹും മിൻ ജൂഇ വആമനഹും മിൻ ഖൗഫ്. നിങ്ങൾക്ക് വിശപ്പിന് പകരം ഭക്ഷണം നൽകിയവനാണ് അല്ലാഹു.
എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ? ഭയത്തിന് പകരം നിർഭയത്വം നൽകിയവനാണ് അള്ളാഹു. അപ്പൊ പേടിയുള്ള സമയത്ത് അതിന് പകരം നിർഭയത്വം നൽകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നിയമത്താണ്. അപ്പൊ നോക്കി, നമ്മുടെ നാട്ടിലൂടെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഭാഗത്തൂടെ സമാധാനത്തോടെ നിർഭയത്വത്തോടു കൂടി നടക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു നിയമത്താണ്. ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം മറ്റൊരാളെയും പേടിക്കാതെ വീട്ടിലിരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നിർഭയത്വമാണ്. ഒരു പേടിയും കൂടാതെ ജോലിക്ക് പോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു നിർഭയത്വമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ആളുകൾക്കും ഈ നിർഭയത്വമില്ല. സമാധാനത്തോടെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിയാൻ കഴിയുന്നില്ല. ഏത് സമയത്തും വാതിൽ പൊളിച്ച് അക്രമികളായ ആളുകൾ കയറി വരുമെന്ന പേടിയോടുകൂടി കഴിയുന്ന കാലഘട്ടം. എന്നാൽ അല്ലാഹുവിന്റെ ഒരു നിഅമത്താണ്, ഒരു പേടിയും കൂടാതെ നമ്മുടെ വീട്ടിലിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. അതുകൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കാര്യങ്ങൾ. ഇനി പറയാൻ പോണ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ ദുനിയാവ് മൊത്തം സമ്പാദിച്ചവനെ പോലെയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കുക, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ഒരാള് നേരം വെളുക്കുന്ന സമയത്ത് നിർഭയത്വത്തോടു കൂടി എണീക്കാൻ കഴിഞ്ഞാൽ, രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു പേടിയില്ലാതെ അടച്ചിട്ട വാതില് അക്രമികളായ ആളുകൾ പൊളിച്ച് കയറി വരില്ല എന്ന ഉറപ്പോടുകൂടി രാത്രി ഉറങ്ങി രാവിലെ എണീക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായിട്ട് പറയാണ് മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ, വലിയ രോഗങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആഫിയത്ത് അല്ലാഹു നൽകിയാൽ, ശരീരത്തിന് ആരോഗ്യം നൽകിയാൽ. മൂന്നാമത് അല്ലാഹു പറയാണ് ഇന്നഹു ഖൂതു യൗമിഹി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ പക്കലുണ്ടെങ്കിൽ. നോക്കി, 1 വീട്ടിൽ നിർഭയത്വം, 2 ആരോഗ്യം, 3 അന്ന് കഴിക്കാൻ, നാളേക്കല്ല, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ വീട്ടിലുണ്ടെങ്കിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫകഅന്നമാ ഹീസത ലഹു ദുനിയ, ദുനിയാവ് മൊത്തം ലഭിച്ചവനെ പോലെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, 3 എണ്ണം അല്ലാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ നമുക്കുണ്ട്. അല്ലാഹു നിലനിർത്തി പെരുമാറാകട്ടെ. എന്നാൽ ഇതില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര സഹോദരങ്ങളാ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസും കാണുന്നുണ്ട്. നമ്മുടെ മകന്റെ നമ്മുടെ മകളുടെ പ്രായമുള്ള കുട്ടികളാ, 2-3 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടികള് പിന്നെ മറ്റുള്ള ആളുകൾ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോൾ മുഖത്ത് ഭീതിയാണ്. ഇത് ശത്രുവാണോ അതല്ല എന്നെ രക്ഷിക്കാൻ വരുന്ന ആളാണോ എന്നറിയാതെ മുഖത്ത് ഭീതിയോട് കൂടിയിട്ടാണ് ഓരോ ആളുകളുടെ അരികിലേക്കും ചെല്ലുന്നത്. ചില കുട്ടികള് അലമുറയിട്ട് കരയുന്ന വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല. അല്ലാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ദുനിയാവ് മൊത്തം ലഭിച്ചവനെ പോലെയാണ്. അല്ലാഹു നിലനിർത്തട്ടെ. നോക്കി, കൊലപാതകം എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വൻപാപത്തിന്റെ കൂടെയാണ്. വൻപാപത്തിന്റെ കൂടെയാണ് പ്രവാചകൻ കൊലപാതകം എണ്ണിയത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇജ്തനിബു അസ്ബഅൽ മൂബികാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങൾ പേടിക്കണം, അതിനെ നിങ്ങൾ വെടിയണം, അത് നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് 7 വൻപാപങ്ങൾ പ്രവാചകൻ എണ്ണി. ഒന്നാമത് എണ്ണിയത് എന്താണെന്നറിയോ? അശ്ർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല. 2 പറഞ്ഞു അസ്യഹ, മാരണം ചെയ്യലാണ്, മറ്റുള്ള ആളുകൾക്ക് എതിരെ മാരണം ചെയ്യലാണ്. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് നമ്മുടെ വിഷയം, വഖതുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രത കൽപ്പിച്ച ശരീരത്തെ കൊല്ലുക, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അല്ലാഹു പവിത്രത കൽപ്പിച്ച ദേഹത്തെ ശരീരത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഗൗരവമാണ്, അത് വൻപാപമാണ്. 7 വൻപാപം. അതിൽ മൂന്നാമത്തെ വൻപാപമായി എണ്ണിയത് കൊലപാതകമാണ്. കൊലപാതകം പോയിട്ട് തന്റെ സഹോദരന് നേരെ ആയുധം ഇങ്ങനെ ചൂണ്ടുക എന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാം എത്ര ഗൗരവത്തിലാണ് കണ്ടത്. അങ്ങനെ പോലും പാടില്ല. ഇപ്പൊ എന്റെ കയ്യിലൊരു ആയുധമുണ്ട്, എന്റെ കയ്യിലൊരു കത്തിയുണ്ട്,
ഞാനത് തമാശക്ക് വേണ്ടി ഒരാളുടെ നേരേക്ക് ചൂണ്ടുക എന്നുള്ളത് പോലും പാടില്ല എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ, ഒരാള് തന്റെ സഹോദരന് നേരെ ആയുധം ഇങ്ങനെ ചൂണ്ടുകയാണ്. ആ ചൂണ്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദഉഹു, അവൻ അത് ഉപേക്ഷിക്കുന്നത് വരെ മലക്ക് അവന് ശപിക്കും. എന്നിട്ട് പറയാണ്, ഈ സഹോദരൻ ഒരു ഉമ്മാന്റെ ഉപ്പാന്റെയും ഒരേ മകനാണെങ്കിലും, ഇപ്പൊ എൻ്റെ ഉപ്പാന്റെ ഉമ്മാർക്കും ജനിച്ച എൻ്റെ ചോരയിൽ പിറന്ന സഹോദരന് നേരെ ഞാൻ ഇങ്ങനെ തമാശക്ക് വേണ്ടി കത്തി ചൂണ്ടിയാൽ പോലും മലക്ക് എന്നെ ശപിക്കും. ഇബ്നു ബത്താൽ റഹ്മഹുല്ലാഹ് പറയാണ്, മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു എന്തായാലും ഉത്തരം ചെയ്യും. നമ്മൾ ആ കത്തി എത്ര സമയമാണ് വെക്കണത്? ഇവിടെ നോക്കി, ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, പല ആളുകളും ഇത് തമാശക്ക ചെയ്യണത്. ഇങ്ങനെ കത്തി എടുത്തിട്ട് ഇങ്ങനെ എറിയണത് പോലെ, അല്ലെങ്കിൽ പിന്നെ കത്തി എടുത്ത് ഇങ്ങനെ കുത്താൻ വരുന്നത് പോലെ തമാശക്ക ചെയ്യണത് ഒരു കളിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മലക്ക് ആ മനുഷ്യനെ അത്ര സമയം ശപിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. വീണ്ടും പ്രവാചകൻ പറയാണ്, മൻ ഹമല അലൈന സിലാഹ ഫലൈസ മിന്നാ, ഒരാൾ ആയുധം എടുത്താൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം അല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ആയുധം ഏന്തിയാൽ അവൻ മുസ്ലിം അല്ല, അവനെ പിന്നെ മുസ്ലിമിന്റെ ലേബലിൽ അവൻ അറിയപ്പെടാൻ പാടില്ല. ആയുധം എടുത്താൽ അവൻ മുസ്ലിം അല്ല എന്ന് പറയുമ്പോൾ, ആയുധം എടുത്ത് മറ്റൊരാളെ അന്യായമായി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്ന അവന്റെ അവസ്ഥ നാളെ പരലോകത്ത് എന്താണ്? അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പൊ ഈ ഒരാള് ഒരു ആയുധം കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെ നടക്കണം എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ A to Z കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാള് ഒരു ആയുധമായിട്ട് നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മർറ അഹദുകും ഫീ മസ്ജിദിനാ ഔ ഫീ സൂഖിനാ വമഅഹു നബലുൻ ഫൽയുംസിക അലാ നുസാലിഹാ ബികഫിഹി, ഒരാള് നമ്മുടെ പള്ളിയിലൂടെ അങ്ങാടിയിലൂടെ നടക്കുകയാണ്, അയാളുടെ കയ്യിൽ ഒരു അമ്പുണ്ട്, ഒരു അമ്പും പിടിച്ചിട്ടാണ്. അപ്പൊ അമ്പും പിടിച്ച് പോകുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വീശി നടക്കാൻ പാടില്ല. എന്താ പറഞ്ഞത്? അതിന്റെ അറ്റഭാഗം, അതിന്റെ മൂർച്ചയുള്ള ഭാഗം അവൻ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കണം, എന്നിട്ടാണ് നടക്കേണ്ടത്. കാരണം മറ്റൊരാൾക്ക് അതുമൂലം പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നടക്കുന്ന സമയത്ത് പോലും ചൂണ്ടിയിട്ടില്ല, കുത്തിയിട്ടില്ല. ആ മനുഷ്യൻ കത്തി കൊണ്ട് അല്ലെങ്കിൽ ആയുധം കൊണ്ട് നടക്കുമ്പോൾ പോലും അതിന്റെ മൂർച്ചയുള്ള ഭാഗം അത് അവന്റെ കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടായിരിക്കണം നടക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ, ഈ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ പലപ്പോഴും വളരെ പുറകിലാണ്. ഇതിന്റെ ഗൗരവം അറിയുന്നില്ല. ഇത് നിസാരമായിട്ടാണ് കാണുന്നത്. പരസ്പരം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിഷയത്തിന് കത്തിയെടുക്കുകയാണ്. സ്വന്തം ചോരയിൽ പിറന്ന കൂടപ്പിറപ്പാണെന്ന് പോലും നോക്കാതെ കത്തിയെടുക്കുകയാണ്. സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠിയാണ് എന്ന് നോക്കാതെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിഷയത്തിന് കത്തിയെടുക്കുകയാണ്. നമ്മൾ ചില സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികൾ തമ്മിലുള്ള ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ്, അതിന്റെ വോയിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അവനെ കൊല്ലുന്നു പറഞ്ഞാൽ കൊല്ലും, അങ്ങനെ പറഞ്ഞിട്ടാണ്. ഒരു പേടിയില്ല, ഒരു ഗൗരവം കാണുന്നില്ല. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി മാറ്റുമാറാകട്ടെ, ഇനി ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാക്കട്ടെ. നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരു പേടി ആളുകൾക്കില്ല. എത്ര നിസാരായിട്ടാണ് നിങ്ങൾ പറയുന്നത്. നീ പോയി നോക്ക്, ഞാൻ അവരെ കൊല്ലുന്നു പറഞ്ഞിട്ടില്ലേ, അവന്റെ മുഖം പോയി നോക്ക്, കൊന്നിട്ടുണ്ട്. എത്ര നിസാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ രക്തം അന്യായമായി കൊണ്ട് ചിന്തിയാൽ എത്ര ഗൗരവമാണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിദ് ദമൻ ഹറാമ. ദീനിൽ ഒരു മുഅ്മിനിന് ഇടമുണ്ടാകണമെങ്കിൽ, ഒരാൾക്ക് ദീനിൽ ഇടമുണ്ടാകണമെങ്കിൽ അവന്റെ കൈ കൊണ്ട് അന്യായമായി ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല. ഇപ്പൊ എനിക്ക് ദീനിൽ ഇടമുണ്ടാകണമെങ്കിൽ, ഞാനൊരു മുഅ്മിനാകണമെങ്കിൽ എൻ്റെ കൈ കൊണ്ട് അന്യായമായി കൊണ്ട് ഒരാളുടെ രക്തം ചിന്താൻ പാടില്ല. അതത്രത്തോളം ഗൗരവത്തിലാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന് ഇത് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മറ്റു മതസ്ഥരായ ആളുകളെ വെട്ടിക്കൊല്ലാൻ തോന്നുന്നത്? ഇത് മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ഒരു തോക്കെടുത്ത് മറ്റുള്ള മതത്തിലെ ആളുകളെ കൊലപ്പെടുത്താൻ കഴിയുക? ഇത് മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അന്യമതസ്ഥരായ ആളുകളുടെ ആരാധനകളിലേക്ക് ബോംബ് വെച്ച് കയറി ചെല്ലാൻ കഴിയുക?
അപ്പൊ അവർ മനസ്സിലാക്കുന്നതല്ല യഥാർത്ഥ ഇസ്ലാം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. സ്വഹാബികൾക്കിടയിൽ പ്രശ്നമുണ്ടായ സമയത്ത് പല യുദ്ധങ്ങളും സ്വഹാബികൾക്കിടയിൽ തന്നെ സഫീൻ, ജമൽ യുദ്ധം പോലെയുള്ള യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളൊക്കെ നടന്ന സമയത്തും ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇരു സൈന്യത്തിലും ചേർന്നിട്ടില്ല. രണ്ട് കൂട്ടത്തിലും അദ്ദേഹം ചെയ്തിട്ടില്ല, ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അന വല്ലാഹി ലാ ഖുതുലു മുസ്ലിമൻ ഹത്താ യഖ്തുലഹു ദുൽ ബുതൈനി യഅനി ഉസാമ. ഈ ഉസാമ യുദ്ധത്തിന് ഇറങ്ങുന്നത് വരെ ഞാൻ യുദ്ധത്തിന് ഇറങ്ങൂല. ഉസാമ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് ഇറങ്ങാതിരിക്കാനുള്ള കാരണം എന്താണ്? എന്റെ കൈ കൊണ്ട് അന്യായമായി കൊണ്ട് ഒരാളെ വധിച്ചാൽ ആ വ്യക്തിക്ക് ദീനിൽ പിന്നെ ഇടമില്ല എന്നാണ്. അത് പഠിച്ചത് കൊണ്ടാണ് ഉസാമ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് യുവാക്കളെ ഒരുമിച്ച് കൂട്ടി മെഴുകുതിരി വട്ടത്തിൽ സായുധ സംഘങ്ങൾ ഉണ്ടാക്കി പോരാട്ടങ്ങൾക്കും കലാപങ്ങൾക്കും ആഹ്വാനം കൊടുക്കുന്ന ആളുകൾ അവര് മനസ്സിലാക്കിയതല്ല യഥാർത്ഥ ഇസ്ലാം, അല്ലെങ്കിൽ അവര് പഠിച്ചതല്ല യഥാർത്ഥ ഇസ്ലാം. ഇത്തരക്കാർ അന്യമതസ്ഥരായ സഹോദരങ്ങളെ ഇരുട്ടിന്റെ മറവിൽ പോയി വെട്ടിക്കൊല്ലും. എന്നിട്ട് ഇവൻ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കും, ഒളിവിൽ പോവുകയാണ്. എന്നിട്ട് ഈ പോയ മനുഷ്യന്റെ കുടുംബക്കാരായ ആളുകൾ ഇവന്റെ ചെയ്തി കാരണം ഇവര് പ്രയാസപ്പെടുക. ഇവന്റെ വീട്ടിലേക്ക് പിന്നീട് പോലീസും ഉദ്യോഗസ്ഥരായ ആളുകളും കയറി ഇറങ്ങുക. പ്രായമായ ഉമ്മ ഇപ്പയും പ്രയാസപ്പെടുന്നുണ്ട്. അവന്റെ ഭാര്യ, അവന്റെ മക്കൾ മറ്റൊരു മനുഷ്യന്റെ മുമ്പിലേക്ക് പോലും ഇറങ്ങാൻ കഴിയാതെ ചൂളിക്കൊണ്ട് നിൽക്കേണ്ട അവസ്ഥ. അവന്റെ കണ്ണിൽ ഇതാണ് ജിഹാദെങ്കിൽ ഇതല്ല ജിഹാദ്, ഇതല്ല ജിഹാദ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജിഹാദല്ല. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ബിലാലിനെയും അമ്മാറിനെയും യാസുറിനെയും സുമയ്യ റളിയല്ലാഹു അൻഹയെയും മൃഗീയമായി കൊണ്ട് പീഡിപ്പിച്ചപ്പോ ഇരുട്ടിന്റെ മറവിൽ ആയുധ സംഘങ്ങൾ ഉണ്ടാക്കി അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞയച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ക്ഷമിക്കാനാ പറഞ്ഞത്. ഇസ്ലാം യുദ്ധത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നിബന്ധനകൾ കഴിഞ്ഞിട്ടാണ് ഇസ്ലാം യുദ്ധത്തിന് അവസരം കൊടുത്തതെങ്കിൽ രാത്രി ഇരുട്ടിന്റെ മറവിൽ സായുധ സംഘങ്ങൾ ഉണ്ടാക്കി കയ്യിൽ വാളും കൊടുത്ത് പറഞ്ഞയക്കണതല്ല യഥാർത്ഥ ഇസ്ലാം എന്നുള്ളത് ഇതിനോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ട വിഷയം, സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പദപ്രയോഗങ്ങൾ, നമ്മൾ എഴുതിവിടുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിന് പ്രയാസം ഉണ്ടാകരുത്. ഓക്കെ, ഇങ്ങനെ ഇപ്പോ ജമ്മു കാശ്മീരിൽ ഉണ്ടായ പ്രയാസം, ആ പ്രയാസത്തിന് ശേഷം ചില മുസ്ലിം നാമധാരികളായ മുസ്ലിം നാമധാരികൾ എന്ന് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ചിലപ്പോൾ അവർക്ക് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകില്ല. മുസ്ലിം നാമധാരികളായ ആളുകൾ അവർക്ക് വായിൽ തോന്നിയ കാര്യങ്ങൾ അവർ എഴുതിവിടുക. AC റൂമിലിരുന്ന് അവൻ എന്താണ് തോന്നുന്നത് അത് അവനൊന്ന് എഴുതിവിടും. അത് മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് അവൻ ആലോചിക്കണില്ല. ശരിക്കും നമ്മൾ പഠിക്കണം, താർത്താരികളായ ആളുകൾ അവർ മുസ്ലിം സമൂഹത്തിന് നേരെ ആക്രമിച്ച് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊല്ലാനുള്ള കാരണം എന്താണ്? ഒരൊറ്റ മനുഷ്യന്റെ ദുഷ്ടൈതിയാണ്. അതാണ് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ രക്തത്തിന് കാരണമാകാൻ വലിയ ഗൗരവത്തിലുണ്ടായ ഒരു സംഭവം. എന്താ? താർത്താരികളുടെ കൂട്ടത്തിൽപ്പെട്ട മംഗോളിയക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇസ്ലാമിക രാജ്യത്ത് വന്ന് അയാൾ അവിടെ വെച്ച് അന്യായമായി കൊണ്ട് കൊലപ്പെട്ടു. അപ്പൊ താർത്താരികളുടെ ഭരണാധികാരി ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്തത്തിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് മുസ്ലിം ഭരണാധികാരിക്ക് കത്തെഴുതി. ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ടാണ് കത്ത് കൊടുക്കുന്നത്. ആ ദൂതൻ വന്ന് കത്ത് കൊടുത്തു. ഇത് വാങ്ങിയ മുസ്ലിം ഭരണാധികാരി ഈ ദൂതനെ മൈൻഡ് ചെയ്തില്ല. യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും ഇയാൾ എടുത്തില്ല. ശരിക്കും ഇയാൾ നീതി കാണിച്ചിരുന്നെങ്കിൽ അവിടെ ആ മനുഷ്യൻ അന്യായമായി കൊണ്ട് കൊന്ന ആ സഹോദരന് പകരമായിട്ട് ഇയാൾക്കെതിരെ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇത്ര പ്രയാസം ഉണ്ടാകില്ല. അപ്പൊ ഈ ഭരണാധികാരി അതിൽ നടപടി എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോ താർത്താരികൾ പിന്നീട് മുസ്ലിം സമൂഹത്തിലേക്ക്, മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറി വന്ന് പൂർണ്ണമായിട്ട് മുൻമൂലനം നടത്തി. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് മരിച്ചത്. എടുത്ത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയാണ്, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ രക്തത്തിന് കാരണക്കാരനായത് ഒരാളുടെ ദുഷ്ടൈതിയാണ്. നമ്മൾ ഫേസ്ബുക്കിൽ എഴുതിയിടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് മൂലം മുസ്ലിം സമൂഹത്തിന് പ്രയാസം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പല ആളുകളും അത് ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാടിൻ്റെ ഐക്യം തകർക്കുന്ന,
നാടിൻ്റെ സമാധാനം തകർക്കുന്ന രൂപത്തിൽ ഒരു വാക്കോ പ്രവർത്തനമോ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇതിനർത്ഥം എന്ത് പ്രയാസം ഉണ്ടായാലും ഉണ്ടാതിരിക്കണം എന്നാണ്, പ്രതിഷേധിക്കാൻ പാടില്ല എന്നാണ്. അല്ല, പ്രതിഷേധിക്കാം, പ്രതികരിക്കാം. ആ നാടിൻ്റെ ഭരണഘടന പറയുന്ന രൂപത്തിൽ. ഓരോ നാടിൻ്റെ ഭരണഘടനയുണ്ട്. ആ നാടിൻ്റെ ഭരണഘടന അനുസരിക്കുന്ന രൂപത്തിൽ, പറയുന്ന രൂപത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കെതിരെ നമുക്ക് പ്രതികരിക്കാം, പ്രതിഷേധിക്കാം. അതല്ലാതെ കലാപങ്ങളും അതേപോലെ തന്നെ അക്രമങ്ങളും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം സ്വഹാബികളുടെ കാലത്താണ് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ഉണ്ടാകുന്നത്. അയാളുടെ പേര് അൽ ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്നാണ്. ഒരുപാട് ദീന് പഠിച്ച പണ്ഡിതന്മാരെ ഈ ഹജ്ജാജ് ഇബ്നു യൂസഫ് കൊന്നിട്ടുണ്ട്. പേര് മുസ്ലിമൊക്കെ തന്നെയാണ്. ധാരാളം ഹാഫിദുകളായ ഉഫാദുകളായ പണ്ഡിതന്മാരെ കൊന്നുകളഞ്ഞത് ഈ ഹജ്ജാജാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ പരസ്യമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തല വെട്ടി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം ഒരു കുരിശിൽ തറച്ച് മറ്റുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ നാട്ടി നിർത്തി. ഇങ്ങനെയുള്ള ദുഷ്ചെയ്തികൾ ചെയ്ത ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. അപ്പൊ ഇയാളുടെ ഈ സമയം ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ ആ സമയത്ത് ചില യുവാക്കളായ ആളുകൾ അവർ തീരുമാനിച്ചു, ബലപ്രയോഗത്തിലൂടെ നമുക്ക് അയാളെ നേരിടാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് സംഘടിപ്പിച്ച് സംഘാടനമായിട്ട് എന്ത് ചെയ്യാം, ഈ മനുഷ്യനെതിരെ നമുക്ക് ഒരു പോരാട്ടം, ഒരു പ്രക്ഷോഭം നടത്താം എന്ന് തീരുമാനിച്ച സമയത്ത് അന്ന് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അവരെ പഠിപ്പിച്ചൊരു വിഷയമുണ്ട്, അൽ ഹജ്ജാജു അദാബുല്ലാഹ്. മനുഷ്യരെങ്കിൽ മനസ്സിലാക്കിക്കോളിയും, ഹജ്ജാജ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള നിങ്ങൾക്കുള്ള ശിക്ഷയാണ്. നിങ്ങൾ ചെയ്ത തിന്മകൾക്ക്, നിങ്ങൾ ചെയ്ത തോന്നിവാസങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശിക്ഷയാണ് ഹജ്ജാജ് ഇബ്നു യൂസഫ്. ഫലാ തദ്ഫഉ അദാബല്ലാഹി ബിഐദീകും. നിങ്ങളുടെ കൈ കൊണ്ട് അള്ളാഹുവിൻ്റെ അദാബിനെ, ശിക്ഷയെ തടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ വാൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അദാബിനെ തടുത്തു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വലകിൻ അലൈക്കും ബിൽ ഇസ്തികാനതി വത്തളറു. നിങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹു കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിച്ച ഒരു റബ്ബുണ്ട്, ഈസാ നബിയെ രക്ഷിച്ച റബ്ബുണ്ട്, നൂഹ് നബിയെ രക്ഷിച്ച റബ്ബുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷിച്ച ഒരു റബ്ബുണ്ട്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിച്ച ഒരു റബ്ബുണ്ട്. ആ റബ്ബ് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. നമ്മൾ ആലോചിക്കണം, മോശപ്പെട്ട ക്രൂരന്മാരായ ഭരണാധികാരികൾ വരുമ്പോൾ നമ്മുടെ പക്കൽ നിന്ന് വന്നിട്ടുള്ള തിന്മ കാരണമാണ് അള്ളാഹു ഈ രൂപത്തിൽ അതാവറക്കണത്. അയാൾ വന്നു, ഈ പാർട്ടിക്കാർ അങ്ങനെയാണ്, ഈ നേതാവ് അങ്ങനെയാണ്. നമ്മൾ അപ്പൊ പഠിക്കേണ്ട വിഷയം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിന്റെ വാക്കാണ്, അല്ല ഹജ്ജാജു അദാബുല്ലാഹ്, അള്ളാഹിന്റെ ശിക്ഷയാണ് ഹജ്ജാജ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഭരണാധികാരികളും അള്ളാഹിന്റെ അദാബാണ്. അള്ളാഹുവിന്റെ അദാബിനെ കൈ കൊണ്ടോ ആയുധം കൊണ്ടോ തടുക്കാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു പറയുന്ന രൂപത്തിൽ ദീനി ചിട്ടയനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അള്ളാഹു നമുക്കതിന് രക്ഷ നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ത്യനാളിന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കൊലപാതകങ്ങൾ അധികരിക്കുക എന്നുള്ളത്. ഒരു സമൂഹത്തിൽ കൊലപാതകങ്ങൾ അധികരിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്ത്യനാളിന്റെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സാഅതു ഹത്താ യക്സുറൽ ഹർജ്. ഖിയാമത്ത് നാൾ സംഭവിക്കൂല ഹർജ് അധികരിക്കാതെ. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കാണ്, വമൽ ഹർജ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താ ഹർജ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നബി പറഞ്ഞു, അൽ ഖത്ൽ, അൽ ഖത്ൽ, കൊലപാതകമാണ്, കൊലപാതകമാണ്, അത് അധികരിക്കും. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിലാണ് ഇസ്ലാം കണ്ടത്. അതൊരിക്കലും പാടില്ല. അന്യായമായിട്ട് ഒരു മുസ്ലിമിന്റെ കൈ കൊണ്ട്, ഒരു മുഅ്മിനിന്റെ കൈ കൊണ്ട് ഒരു വ്യക്തി മരണപ്പെടാൻ പാടില്ല. അങ്ങനെ മരണപ്പെട്ടാൽ ഈ വ്യക്തിക്ക് പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് പഠിപ്പിച്ച ഏകമതം ഇസ്ലാമാണ്. പക്ഷെ ഖേദകരെന്ന് പറയട്ടെ, എന്നിട്ടും ഇസ്ലാം ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ഒരു അമുസ്ലിമിനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണം എന്ന് പറയുന്ന മതമായിട്ടാണ്
പല ആളുകളും ചിത്രീകരിക്കാറ്. ഇസ്ലാമിൻ്റെ ജിഹാദിനെ വളരെ മോശമായിട്ടാണ് സോഷ്യൽ മീഡിയ ചിത്രീകരിക്കാറ്. നോക്കി, ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ജിഹാദ് എന്ന് പറയുമ്പോൾ കയറി വരുന്നൊരു ചിത്രം എന്താ? ഒരു താടി വെച്ച്, വെള്ള വസ്ത്രം ധരിച്ച്, തൊപ്പി ധരിച്ച്, ഒരു കയ്യിൽ AK-47 പിടിച്ച് നിൽക്കുന്ന ഒരു മുസ്ലിമിന്റെ ചിത്രമാണെങ്കിൽ അത് മീഡിയ വരുത്തിയ സ്വാധീനമാണ്. മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിൽ പോലും വരുന്ന ചിത്രം അതാണെങ്കിൽ അതല്ല ജിഹാദ്. ജിഹാദ് 4 ഇനങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ജിഹാദ് 4 ഇനങ്ങളാണ്. ജിഹാദിന് 13ഓളം വിവിധ ഘട്ടങ്ങളുണ്ട്. അതിലൊരു ഘട്ടം മാത്രമാണ് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ. എന്നാൽ ആ 13 ഘട്ടങ്ങളിൽ 12 ഘട്ടങ്ങളെയും ഈ ആളുകൾ മാറ്റിവെക്കും. എന്നിട്ട് ഒരൊറ്റ വിഭാഗത്തെ മാത്രം അതിങ്ങനെ വലിയ രൂപത്തിൽ ചിത്രീകരിക്കും. അപ്പൊ വിശ്വാസികളായ നമ്മൾ പഠിക്കണം എന്താ യഥാർത്ഥ ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണങ്ങൾക്കനുസരിച്ച് കൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഉലമാക്കൾ പറഞ്ഞു, ഒന്നാമത്തെ ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദ്. എന്താ സ്വന്തത്തോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ? കത്തിയെടുത്ത് വാളെടുത്ത് സ്വന്തം ശരീരത്തിലേക്ക് കുത്തണതാണ് ജിഹാദ് അല്ല. ഏറ്റവും വലിയ ജിഹാദ് ഏതാണെന്നറിയോ? സ്വന്തത്തോടുള്ള ജിഹാദാണ്. ഏറ്റവും വലിയ ജിഹാദ് സ്വന്തത്തോടുള്ള ജിഹാദാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ തആത്തില്ലാഹ്, അല്ലാഹനെ അനുസരിക്കുന്ന വിഷയത്തിൽ സ്വന്തം ശരീരത്തിനെതിരെ ജിഹാദ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഇപ്പൊ രാവിലെ സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങാനാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ആ സമയത്തും പുതപ്പ് മാറ്റി ബാത്റൂമിൽ പോയി വുളു ചെയ്ത് സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു ജിഹാദാണ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമ്പാദിക്കണമെന്ന് മാത്രമാണ്. പക്ഷെ ആ സമ്പാദ്യം അത് വർഷത്തിൽ നിസാബെത്തിയാൽ ആ കണക്ക് നോക്കി 2.5% സകാത്ത് കൊടുക്കൽ ജിഹാദാണ്. ഒരു അന്യ പെണ്ണിനെ നോക്കുന്ന സമയത്ത് തന്റെ കണ്ണിനെ താഴ്ത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ജിഹാദാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ കണ്ണിൽ ജിഹാദായിട്ട് തോന്നുന്നില്ല. ഇതൊരു ജിഹാദാണ്. ഏറ്റവും വലിയ ജിഹാദായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ ഇത് പഠിപ്പിച്ചത്. രണ്ടാമത്തെ ജിഹാദ് എന്താണെന്നറിയോ? ജിഹാദു ശൈത്താൻ, പിശാചിനോടുള്ള ജിഹാദ്. എങ്ങനെ? പിശാചിനെ, ശൈത്താനുമായിട്ടുള്ള ജിഹാദ്. എങ്ങനെ? അവനെ കത്തിയെടുത്ത് കുത്താനോ വാലെടുത്ത് വെട്ടാനോ ഒന്നും കഴിയില്ല. അവൻ 2 രൂപത്തിലാണ് നമ്മളെ വഴിതെറ്റിക്കുക. നോക്കി, പിശാച് വഴിതെറ്റിക്കണത് ഈ 2 രൂപത്തിൽ മാത്രമായിരിക്കും. എന്തൊക്കെ? ഒന്നാമത്തെ രൂപം ശുബഹാത്തുകൾ കൊണ്ട്. എന്താ ശുബഹാത്തുകൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സിലേക്ക് ഓരോ ചോദ്യങ്ങൾ ഇട്ടേരും. ശരിക്കും അതൊക്കെ ഉണ്ടോ? ശരിക്കും പ്രവാചകനൊക്കെ വന്നിട്ടുണ്ടോ? മരണത്തിന് ശേഷം ഒരു ജീവിതമൊക്കെ ഉള്ളതൊക്കെ ശരി തന്നെയാണോ? ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ടും നാളെ പരലോകത്ത് സ്വർഗ്ഗമൊക്കെ ഉണ്ടാകും പറയണൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഈ ചോദ്യങ്ങൾ, ശുബഹാത്തുകൾ പിശാചിട്ടേരും. അതാണ് പിശാചിന്റെ ഒന്നാമത്തെ രീതി. 2 എന്ന് പറഞ്ഞാൽ ഷഹവാത്തുകളാണ്, നിഷിദ്ധമായ കാര്യങ്ങൾ. അല്ലാഹു ഹറാമാക്കിയ തിന്മകൾ ചെയ്യാൻ വേണ്ടി മനസ്സ് കുടിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ, തീർച്ചയായും മനസ്സെന്ന് പറഞ്ഞാൽ അത് തിന്മയിലേക്ക് ചായുന്നതാണ്. ഒരു മോശപ്പെട്ട ഒരു കാര്യം കാണുമ്പോൾ അതിലേക്ക് നോക്കാനാണ് മനസ്സ് ആഗ്രഹിക്കുക. സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അന്യ പെണ്ണിന്റെ നഗ്നമായ ചിത്രം വരുമ്പോൾ അവിടെ കണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. ഒരു മോശമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ നാവിലൂടെ വരുമ്പോൾ ആ നാവിനെ പിടിച്ചു നിർത്താൻ, കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അതാണ് ജിഹാദ് ശൈത്താൻ. പിശാചിനോട് എന്തുണ്ട്? ജിഹാദുണ്ട്. പിശാചിനോടുള്ള ജിഹാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങൾ ഈ രൂപത്തിൽ അവൻ മനസ്സിലേക്ക് ഇട്ട് തരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണമെന്നുള്ളതാണ്. അല്ലാഹു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ജിഹാദ് എന്താണെന്നറിയോ? ജിഹാദുൽ കുഫാരി വൽ മുനാഫിഖീൻ, സത്യനിഷേധികളും കപട വിശ്വാസികളുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ജിഹാദ്. അതന്നെ 4 എണ്ണം. അതന്നെ 4 രൂപത്തിലാണ്. ആദ്യം പോയിട്ട് വാളെടുക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്? അല്ല. ആദ്യം അവരോട് ജിഹാദുൽ ഖൽബ്, ഹൃദയം കൊണ്ട് ജിഹാദ് ഉണ്ട്. പിന്നെ പറഞ്ഞു ജിഹാദുൽ ലിസാൻ, നാവ് കൊണ്ട്. എങ്ങനെ നാവ് കൊണ്ട് കാഫിറുകളായ ആളുകളോട് ജിഹാദ് ചെയ്യേണ്ടത്? അവർക്ക് ദഅവത്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതാണ് യഥാർത്ഥ മാർഗം എന്ന് പറഞ്ഞു കൊടുക്കണം. അതൊരു ജിഹാദാണ്. പിന്നെ ജിഹാദുൽ മാൽ, സമ്പത്ത് കൊണ്ട് ജിഹാദുണ്ട്. ദഅവാ രംഗത്തേക്ക് നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊരു ജിഹാദാണ്. പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരം കൊണ്ടുള്ള ജിഹാദ്.
ഇവിടെ നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. നബി എത്രാമത്തെ വയസ്സിലാണ് മരിക്കണത്? 63ാമത്തെ. അപ്പൊ നുബുവത്ത് കിട്ടി, നബി ജീവിച്ചത്, പ്രവാചകനായി ജീവിച്ചത് 23 കൊല്ലം. ഈ 23 കൊല്ലത്തിൽ പ്രവാചകൻ ആദ്യത്തെ 13 കൊല്ലം ജീവിക്കുന്നത് മക്കയിലാണ്. അപ്പൊ ഒരു യുദ്ധം പോലും നടന്നിട്ടില്ല. ഒരു യുദ്ധം പോലും എന്ത് ചെയ്തിട്ടില്ല? അന്ന് നടന്നിട്ടില്ല. പിന്നെ മദീനയിലേക്ക് എത്തി, ആദ്യത്തെ 2 വർഷവും യുദ്ധം നടന്നിട്ടില്ല. അപ്പൊ 13ഉം 2ഉം 15 കൊല്ലം യുദ്ധം നടന്നിട്ടില്ല. ബാക്കി 8 വർഷമാണ് എന്ത് ചെയ്യണത്? യുദ്ധം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 8 വർഷങ്ങളിലായി 28 യുദ്ധങ്ങൾ നടന്നു. ഈ 28 യുദ്ധങ്ങളിൽ 9 എണ്ണം മാത്രമാണ് യുദ്ധമായിട്ട് നടന്നത്. 28 യുദ്ധങ്ങളിൽ 9 എണ്ണാണ് യുദ്ധമായിട്ട് നടന്നത്. ബാക്കിയൊക്കെ സുൽഹാക്കി, സന്ധിയിൽ ഏർപ്പെട്ട് യുദ്ധം അവസാനിച്ചു. ഈ 9 യുദ്ധങ്ങളിൽ ഒരു യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നും അമുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരാൾ പോലും മരിച്ചിട്ടില്ല. പിന്നെ മരണപ്പെട്ടത് 8 യുദ്ധങ്ങളിലാണ്. അതെന്നെ നോക്കുമ്പോൾ 1000-ൽ താഴെ വരുന്ന ആളുകളാണ് മരണപ്പെട്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ജിഹാദ്. പക്ഷെ ഇന്ന് ജിഹാദിനെ പറ്റി പറയുന്ന സമയത്ത് ആളുകൾ ചിത്രീകരിക്കാറുള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തകൊതിയനായി, രക്തദാഹിയായിക്കൊണ്ട് നഊദു ബില്ലാഹ് ഈ രൂപത്തിൽ ആളുകൾ ചിത്രീകരിക്കുമ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഒരുപാട് ആളുകൾ അറുകൊല നടത്തിയിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയൊക്കെ അവരുടെ തേരോട്ടങ്ങൾ, അധിനിവേശങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും തീവ്രവാദിയായി, ഭീകരവാദിയായി ആളുകൾ ചിത്രീകരിക്കുന്നില്ല. ഇനി യുദ്ധം ചെയ്യാൻ അനുവാദം നൽകിയ ഇസ്ലാം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സ്വഹാബത്തിന് കൊടുത്ത ഉപദേശം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സ്വഹാബ, യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല, വൃദ്ധന്മാരെ കൊല്ലാൻ പാടില്ല, അതേപോലെ തന്നെ മഠത്തിലിരിക്കുന്ന സന്യാസിമാരെ ആക്രമിക്കാൻ പാടില്ല, മറ്റു മതസ്ഥരുടെ ആരാധന കേന്ദ്രങ്ങൾ തകർക്കാൻ പാടില്ല, മരങ്ങൾ മുറിക്കാൻ പാടില്ല, കൃഷി നശിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ദീന്, ഇങ്ങനെ ഒരു സംസ്കാരം ലോകത്ത് വേറെ ആർക്കാ പറയാൻ കഴിയുക? ഇപ്പൊ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അണുബോംബുകൾ വർഷിപ്പിച്ച ആളുകളുടെ അവരുടെ ചൈതികൾ മൂലം വർഷങ്ങൾക്ക് ഇപ്പുറം ജനിക്കുന്ന കുഞ്ഞുകൾ അതുമൂലം പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവസാനാണ് യുദ്ധത്തിന് അനുവാദം കൊടുത്തത്. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യണില്ല? മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണില്ല. അവരൊക്കെ പ്രവാചകനെയും ഇസ്ലാമിനെയും തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ മതമായിക്കൊണ്ട് ചിത്രീകരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ട്. ഓക്കെ, ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ കടുത്ത ശിക്ഷയുള്ള പാപം ഏതാണെന്നറിയോ? ഏറ്റവും കടുത്ത ശിക്ഷയുള്ള പാപം മുഹാറബ ചെയ്താലാണ്. എന്താ മുഹാറബ എന്ന് പറഞ്ഞാൽ? മുഹാറബ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയാൽ, ആയുധമെടുത്ത് മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തിയാൽ, ഇവിടെ കൊല നടന്നാലും ഇല്ലെങ്കിലും നാട്ടിൽ കലാപം ഉണ്ടാക്കുക, അക്രമങ്ങൾ ഉണ്ടാക്കുക, ഇത് ചെയ്താലാണ് അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അത് ചെയ്ത ആൾക്കെതിരെ ശക്തമായിട്ട് ഇസ്ലാമിലെ ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുന്നത് ഇയാൾക്കെതിരായിരിക്കും. ഇപ്പൊ മുസ്ലിം രാജ്യത്ത് ഒരു മുസ്ലിം അവൻ കാരണം അക്രമം ഉണ്ടാക്കിയാൽ, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയാൽ, അവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സായുധ സംഘങ്ങൾ ഉണ്ടാക്കിയാൽ അവനെതിരെയായിരിക്കും ആദ്യം തിരിയുക. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. എന്താണ് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? സൂറത്ത് മാഇദയുടെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദ. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, തിന്മ ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെയുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഔ യുഖത്തലു, അവനെ കൊന്നുകളയണം. അവൻ മുസ്ലിം ആണെങ്കിൽ കൊന്നുകളയണം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഔ യുസല്ലബു, അല്ലെങ്കിലോ അവനെ കുരിശിൽ തറക്കണം, അല്ലെങ്കിൽ അവനെ കുരിശിൽ തറക്കണം. വീണ്ടും അല്ലാഹു പറയാണ്, ഔ തുഖത്താ അയ്ദീഹിം വഅർജുലഹും മിൻ ഖിലാഫ്, കൈകാലുകൾ വിപരീതമായി കൊണ്ട് വിച്ഛേദിക്കണം. വലത്തെ കൈ മുറിച്ചാൽ ഇടത്തെ കാല് മുറിക്കണം, ഇടത്തെ കൈ മുറിച്ചാൽ വലത്തെ കാല് മുറിക്കണം. വിപരീതമായിട്ട് അവന്റെ കൈകാലുകൾ വിച്ഛേദിക്കണം. ഇസ്ലാമിക ഭരണകൂടം നാട്ടിൽ കലാപം ഉണ്ടാക്കിയാൽ, ആളുകളുടെ സമാധാനം, ശാന്തി, നിർഭയത്വം അത് നഷ്ടമാകുന്ന രൂപത്തിൽ ഒരാൾ പ്രവർത്തിച്ചാൽ, അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, ഇസ്ലാമിക ഭരണകൂടം അവനെ കൊന്നു കളയണം.
അല്ലെങ്കിൽ അവനെ കുരിശിൽ തറക്കണം, അതല്ലെങ്കിൽ അവന്റെ കൈകാലുകൾ വിപരീതമായിട്ട് വിച്ഛേദിക്കണം. ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ സമാധാനമുള്ള, ശാന്തിയുള്ള, ഐക്യമുള്ള നാട് നശിപ്പിക്കാൻ നോക്കുന്ന മുസ്ലിം നാമധാരികൾ, അത് ഇസ്ലാമിക രാജ്യമായിരുന്നെങ്കിൽ അവർക്കെതിരെ കൊടുക്കേണ്ട ശിക്ഷ ഇപ്രകാരമാണ്. അതുകൊണ്ട് അക്രമത്തെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അക്രമകാരികളെ ഇസ്ലാം ഒരിക്കലും അവരെ ന്യായീകരിക്കുന്ന ഒരവസ്ഥയും ഇസ്ലാമിലില്ല എന്നുള്ളത് ഇതിനോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. കൊലപാതകം അത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ കണ്ട പാപമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന്റെ കൈ കൊണ്ട് മറ്റൊരാള് വധിക്കുന്ന അല്ലെങ്കിൽ ഒരാളുടെ രക്തം ചിന്തുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എന്തിനേറെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരാളുടെ നേരേക്ക് ആയുധം ചൂണ്ടുക എന്ന് പോലും പറഞ്ഞാൽ മലക്കത്ര സമയം അവനെ ശപിക്കും. അതുകൊണ്ട് തമാശക്ക് പോലും, ഒരു കളിക്ക് വേണ്ടി പോലും ഒരാളുടെ നേരേക്ക് ആയുധം ചൂണ്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരാൾ ആയുധം വേണ്ടിയാൽ അവൻ മുസ്ലിമല്ല, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ വിഷയത്തിലെ പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ ക്രമീകരിക്കുക. റഹ്മാനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനം തകർക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദീന് പഠിക്കണം. ദീനി വിവിധ വിലക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. അത് പഠിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ആളുകൾക്ക് നന്മ പഠിപ്പിക്കുക, തിന്മയിൽ നിന്ന് വിരോധിക്കുക, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക. റഹ്മാനായ റബ്ബ് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്തു മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ അവരുടെ കബറിടങ്ങൾ അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു ഈ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. മാതാപിതാക്കളുടെ കൂടെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി മാറ്റുമാറാകട്ടെ. ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുമാറാകട്ടെ. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് നെറ്റിത്തടം ഉയർത്തുകൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖും റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.